സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിസർച്ച് അസിസ്റ്റന്റിന്റെ സിലബസ് അനാലിസിസ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ 2 years മുന്നെയാണ് നമുക്ക് എക്സാം നടന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു വിത്തിൻ 6 months, ഒരു ജൂൺ ജൂലൈ ടൈമിലേക്കൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാം പ്രതീക്ഷിക്കാം. ആ ഒരു ഇതിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. അപ്പം നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസും റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കൂടെ നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റ് ലാസ്റ്റ് കാറ്റഗറി നമ്പർ 241/2023 ആയിരുന്നു. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് വരുന്നത്. പോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ടാണ്. 50,200 to 1,05,300 ഈ ഒരു സ്കെയിലാണ് സാലറി വരുന്നത്, അല്ലെങ്കിൽ ഇതാണ് സ്കെയിൽ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2023 സെപ്റ്റംബർ 15-നാണ്. എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 2024 ജൂണിലാണ് കേട്ടോ. അപ്പോൾ ഒരു 9 സെപ്റ്റംബർ തൊട്ടിട്ട് നെക്സ്റ്റ് ജൂൺ വരെയുള്ള ആ ഒരു അത്രയും മാസം നമുക്കവിടെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു കുറച്ച് ദിവസം മുന്നേ, അതൊരു 3 months ഒക്കെ ബിറ്റ്വീൻ ആണ് നമുക്കൊന്ന് സിലബസ് അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കഴിഞ്ഞ റിസർച്ച് ഓഫീസർ എക്സാമിലും അങ്ങനെയായിരുന്നു. നമുക്കൊരു വളരെ ലേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നമുക്ക് സിലബസ് മാറിയത്. അതേപോലെ തന്നെ ഈ എക്സാമിനും സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്നു, വരുന്ന ജൂണിലാണ് എക്സാം നടന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് സിലബസ് കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് എഴുതാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന 7 സ്ട്രീംസ് പഠിച്ചവർക്ക് മാസ്റ്റേഴ്സ്, അതായത് PGക്ക് ഏറ്റവും കുറഞ്ഞത് 55% എങ്കിലും മാർക്ക് കിട്ടിയിട്ടുള്ളവരായിരിക്കണം. 55% ഈ ഒരു സ്ട്രീമിൽ ഇത്രയും സ്ട്രീമുകളിൽ, അതായത് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും സ്ട്രീംസിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട്സിലൊക്കെ PGക്ക് ഏറ്റവും കുറഞ്ഞത് 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കിതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ സിലബസ് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, എങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് മൊത്തമായിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് 6 മൊഡ്യൂൾസിലായിട്ടാണ് ഈ 10 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോ മൊഡ്യൂൾസ് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ആ യൂണിറ്റിൽ നിന്ന് നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, അതിന്റെ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, ഇക്വിലിബ്രിയം, ഡിസിക്വിലിബ്രിയം, ഇപ്പൊ കറണ്ട് ഇന്ത്യൻ BOPന്റെ ഒരു സ്റ്റാറ്റസും ലെവലും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് പോവർട്ടി, ഇനീക്വാളിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ആ യൂണിറ്റിൽ നിന്നും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം അതും ഈ പറഞ്ഞ കൂട്ട് ഇതിന്റെ ബേസിക് സാധനങ്ങളും, അതേപോലെ തന്നെ അവിടെ വരുന്നുണ്ട് പ്ലാനിങ് വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ പ്ലാനിങ് അവിടെയാണ് വരുന്നത്. അപ്പം നമുക്കൊരു പ്ലാനിങ്ങിന്റെ ഒരു ഹിസ്റ്ററി, 5 year പ്ലാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് മെഷർമെന്റ്, ടൈപ്സ് കാര്യങ്ങൾ, ഇനീക്വാളിറ്റി, അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിലബസിൽ ഈ യൂണിറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ ആൻഡ് ഗെയിം തിയറി ആണ്. അവിടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷെ നമുക്കവിടെ മൈക്രോ എക്കണോമിക്സിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ഡിമാൻഡിന്റെ സപ്ലൈയും ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ, അതിന്റെ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കൺസ്യൂമർ സർപ്ലസും പ്രൊഡ്യൂസർ സർപ്ലസും പോലുള്ള കാര്യങ്ങൾ, മാർജിനൽ അനാലിസിസ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഫ്രോണ്ടിയർ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഗെയിം തിയറി, റാഷണൽ ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 3ാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. ആ യൂണിറ്റിൽ നിന്നും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് ഫോംസ് ഓഫ് ഇന്റർവെൻഷൻ ആണ്. ആ യൂണിറ്റിൽ നിന്നും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്.
അവിടെ നമുക്ക് മാർക്കറ്റ് എക്കോണമിയിലുള്ള ഗവൺമെന്റിന്റെ റോൾ, അതേപോലെ മാർക്കറ്റ് ഫെയിലിയർ, സിമെട്രിക് ഇൻഫർമേഷൻ, ഇൻകംപ്ലീറ്റ് മാർക്കറ്റ്, പബ്ലിക് ഗുഡ്സ്, എക്സ്റ്റേണാലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അവിടെ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരാന്ന്. 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റ് ആണ്. അവിടെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ലോക്കൽ ബോഡീസ്, അതായത് നമുക്കൊരു ഫിനാൻസ് കമ്മീഷൻ ഒക്കെ നോക്കണം. കാരണം അവിടെ ഒരു ടോപ്പിക് പറയുന്നുണ്ട് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ടു ലോക്കൽ ബോഡീസ്. ആ ഒരു ടോപ്പിക് ഡീൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഡീൽ ചെയ്യുന്ന ഫിനാൻസ് കമ്മീഷനാണ്. അപ്പം ഫിനാൻസ് കമ്മീഷന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കണം. അതിന്റെ റീസെന്റ്, അതായത് 15th 16th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഒക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റിസോഴ്സ് അലോക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നീതി ആയോഗ് ഈ ഒരു യൂണിറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ബഡ്ജറ്റ് ആണ്. നമുക്ക് കറണ്ട് ബഡ്ജറ്റിന്റെ ഒരു ഔട്ട്ലേ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ബഡ്ജറ്റിന്റെ ബേസിക് കാര്യങ്ങൾ, ഇപ്പൊ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എക്സ്പെൻഡിച്ചർ ആൻഡ് റെസിപ്റ്റ് ബഡ്ജറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പോലെയുള്ള കാര്യങ്ങൾ, FRBM ആക്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിലാണ് പഠിക്കേണ്ടത്. ഈ യൂണിറ്റിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ, പക്ഷെ കുറച്ചധികം ടോപ്പിക്സ് ആ യൂണിറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ 6ാമത്തത് യൂണിറ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അവിടുന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുമെന്നാണ് നമുക്ക് ആസ് ഓഫ് സിലബസ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ അകത്താണ് ഗ്രീൻ GDP മുതലായ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ യൂണിറ്റിലാണ് കേട്ടോ. അപ്പം അവിടെ നമുക്ക് മെയിനായിട്ടും എക്കോസിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 6 യൂണിറ്റിൽ നിന്നായിട്ട് എക്കണോമിക്സിന് മൊത്തമായിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് സബ്ജക്ട് എക്കണോമെട്രിക്സ് ആണ്. എക്കണോമെട്രിക്സ് നമുക്കറിയാം സ്റ്റാറ്റിന്റെയും മാത്സിന്റെയും എക്കണോമിക്സിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. എക്കണോമെട്രിക്സിൽ നിന്നും ഈ പറഞ്ഞതുപോലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതും 6 യൂണിറ്റിലായിട്ടാണ് ഈ 10 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഇപ്പൊ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ വരുന്നു എന്നുണ്ടെങ്കിലും തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് ആണ്. അവിടെ വരുന്നത് ബേസിക് ആയിട്ട് എക്കണോമെട്രിക്സ് എന്താണ്, എക്കണോമെട്രിക്സ് മോഡലിംഗ്, OLS, ഗോസ് മാർക്കോവ് തിയറം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ യൂണിറ്റിൽ നിന്നും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 2ാമത്തത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അവിടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ അനോവ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് R², അഡ്ജസ്റ്റഡ് R², അതൊക്കെ വരുന്നത് ഈ യൂണിറ്റിലാണ് കേട്ടോ. 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മോഡൽ ആണ്. ആ യൂണിറ്റിൽ നിന്നും 2 മാർക്കാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് ഈ ഓട്ടോ കോറിലേഷൻ, ഹെട്രോസ്കഡാസ്റ്റിറ്റി, മൾട്ടി കൊളീനിയാരിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ 3ാമത്തെ യൂണിറ്റിലാണ്. പിന്നെയുള്ളത് 4ാമത്തെ യൂണിറ്റ് ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡലാണ്. ആ യൂണിറ്റിൽ നിന്നും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആസ് ഓഫ് നൗ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് അനോവ പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 റിഗ്രഷൻ തമ്മിൽ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, സീരീസിനൽ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ലീനിയർ റിഗ്രഷൻ, അതൊക്കെ വന്നിട്ടുള്ളത് ഈ ഡമ്മി വേരിയബിൾ റിഗ്രഷൻ മോഡലിലാണ്. പിന്നെ 5ഉം 6ഉം യൂണിറ്റ് എന്ന് പറയുന്നത് 5ാമത്തത് ടൈം സീരീസ് എക്കണോമെട്രിക്സും 6ാമത്തത് പാനൽ ഡാറ്റയാണ്. ടൈം സീരീസിലാണ് AR മോഡൽ, MR മോഡൽ, അരിമ മോഡൽ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിലാണ്. പിന്നെ പാർഷ്യൽ ഓട്ടോ കോറിലേഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാനൽ ഡാറ്റയിലേക്ക് വരുന്നതും പാനൽ ഡാറ്റ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് 6ാമത്തെ യൂണിറ്റിൽ നിന്നും 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും, ടൈം സീരീസിൽ എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും, അങ്ങനെ മൊത്തം എക്കണോമെട്രിക്സിൽ നിന്ന് 6 യൂണിറ്റിലായിട്ട് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കി എടുക്കാനും പഠിച്ചെടുക്കാനും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ടോപ്പിക്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു അഡ്വാൻസ്മെന്റ് തന്നെയാണ്. അടുത്ത ഒരു സെക്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവിടെ ടോട്ടൽ 3 യൂണിറ്റേ ഉള്ളൂ, കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, പക്ഷെ 10 മാർക്കാണ്
അവിടുന്ന് വരുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടോപ്പിക്സ് സിലബസിൽ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിക്സിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് 3 യൂണിറ്റേ ഉള്ളൂ. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ്. അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഇതിന്റെ എല്ലാം കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നാഷണൽ ഇൻകം, എക്സ്പെൻഡിച്ചർ, എംപ്ലോയ്മെന്റ്, പ്രൈസ്, മാൻ പവർ, ലേബർ അലോക്കേഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇത്തരം ടോപ്പിക്സുകളുടെയൊക്കെ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ആ യൂണിറ്റിലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യൂണിറ്റ്. അവിടുന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് യൂണിയൻ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുള്ള സർട്ടൻ ഏജൻസീസിന്റെ കാര്യങ്ങൾ, പിന്നെ ആ ഏജൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ഡാറ്റ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം NFHS ഡാറ്റ വരുന്നുണ്ട്, സെൻസസ്, NSSO, CSO, ഈ ഇത്തരം ഏജൻസികളും അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ പബ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. അതിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ആ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, ഇന്ത്യ ആൻഡ് കേരളാസ് പൊസിഷൻ, അതായത് SD ഇൻഡിക്കേറ്റേഴ്സും അതിൽ ഇന്ത്യയുടെ സ്റ്റാറ്റസ് എവിടെ നിൽക്കുന്നു, കേരള സ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ 3 യൂണിറ്റിലായിട്ട് 10 മാർക്കുണ്ട്. സിലബസിൽ കുറച്ച് ടോപ്പിക്സേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഡാറ്റ അവിടെ ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഏജൻസി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലേറ്റസ്റ്റ് പബ്ലിക്കേഷൻ എന്താണ്, പബ്ലിക്കേഷന് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അപ്പൊ ഇതാണ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന 3ാമത്തെ ഭാഗം. അടുത്ത നമ്മൾ സബ്ജക്ട് മാറുകയാണ്. കൊമേഴ്സ് ആണ് വരുന്നത്. കൊമേഴ്സിൽ നിന്ന് മൊത്തത്തിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതിൽ 3 യൂണിറ്റ് ആണ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. 4ാമത്തെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ഒരുമാതിരി എല്ലാ എക്സാംസിനും പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് കൊമേഴ്സിന്റെ സിലബസ് നമുക്ക് കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യനും വരുന്നത് ഈ റിസർച്ച് മെത്തഡോളജി എന്നാണ്. ഇപ്പൊ ഫസ്റ്റ് 3 യൂണിറ്റ് എന്ന് പറയുന്നത് കൊമേഴ്സ് ബേസ് ചെയ്തിട്ട് തന്നെ വരുന്നതാണ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. പ്രോജക്ട് മാനേജ്മെന്റിൽ നിന്നും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 3ാമത്തെ യൂണിറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ആ യൂണിറ്റിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് 3 മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ 3 യൂണിറ്റും പക്ക കൊമേഴ്സ് ആണ്. കുറച്ചധികം ടോപ്പിക്സ് അതിൻ്റെ അകത്ത് ഈ 3 യൂണിറ്റിലുമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ അറിയാം ഓരോ യൂണിറ്റിനും ഇപ്പൊ 1ാമത്തെ യൂണിറ്റ് 6 മാർക്ക് അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിനൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് തന്നെയുണ്ട്. പക്ഷെ 4ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തിരിക്കുന്ന 4ാമത്തെ യൂണിറ്റിലാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് മെത്തഡോളജി ആണ്. റിസർച്ച് മെത്തഡോളജി നമ്മൾ ഈ പറഞ്ഞ കൂട്ട് റിസർച്ച് എന്താണ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിസർച്ചിന്റെ ടൈപ്സ്, മെത്തേഡ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ സാമ്പിളിങ്, ടൈപ്സ് ഓഫ് സാമ്പിളിങ്, പ്രോബബിലിറ്റി, അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, പിന്നെ സാമ്പിളിങ് ഫ്രെയിം എന്താണ്, ഈ പറഞ്ഞോട്ട് സാമ്പിളിങ് ടൈപ്സ് ഏതൊക്കെയാണ്, അതൊക്കെ വരുന്നത് ഈ റിസർച്ച് മെത്തഡോളജിയിലാണ് കേട്ടോ. അതായത് ഡാറ്റേന്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ കുറച്ചധികം ടോപ്പിക്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് ആയിട്ട് കുറച്ചധികം കൺസെപ്റ്റുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ 20 മാർക്ക് എന്ന് പറയുമ്പോൾ 20 മാർക്കും കൊമേഴ്സിൽ നിന്ന് മാത്രമല്ല വരുന്നത്. 13 മാർക്ക് കൊമേഴ്സിൽ നിന്നും 7 മാർക്കോളം വരുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെയും റിസർച്ച് ഓഫീസറുടെ ഒക്കെ എക്സാമിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് കൊമേഴ്സിന്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും വന്നിട്ടുള്ളത്.
നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ 3 യൂണിറ്റേ വന്നിട്ടുള്ളൂ. 3 യൂണിറ്റിൽ നിന്നും 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക് ആ വിധത്തിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി തിയറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയാണ്. അവിടെ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ വരുന്നത്, ബൈനോമിയൽ പോയിസൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ യൂണിറ്റിലാണ്. ആ യൂണിറ്റിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആസ് ഓഫ് നൗ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചധികം ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ യൂണിറ്റില്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ആണ്. അതിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വരുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്തൊക്കെയാണ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിസ്, അതിന്റെ കുറച്ച് മെത്തേഡ്സ്, പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ, സ്റ്റാറ്റിഫൈഡ്, അതായത് ഇതിന്റെ സാമ്പിളിങ്ങിന്റെ ടൈപ്സ് ആണ് ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. രണ്ടാമത്തെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ സെറ്റ് ആൻഡ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, കുറച്ച് സെപ്പറേറ്റ് ഡിസൈൻസ് ഒക്കെ അവിടെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. അത് ഓരോന്നായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇതിന് ഈ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ 2 ഭാഗങ്ങളാക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൺസെപ്റ്റുകൾ പഠിക്കാൻ, അതായത് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. എന്നാലും നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. ആ യൂണിറ്റിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അവിടെ സർട്ടൻ മെത്തേഡ്സും പോയിന്റ് എസ്റ്റിമേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഭാഗത്ത്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സിമ്പിൾ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും ഒക്കെ വരുന്നുണ്ട്, കോറിലേഷൻ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിക് അസംഷൻസ് എന്തൊക്കെയാണ്, അസംഷൻസിന്റെ വയലേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് റിഗ്രഷൻ അനാലിസിസിലാണ്. ഈ വിധത്തില് 2 ഭാഗങ്ങളായിട്ട് തന്നെയാണ് മൂന്നാമത്തെ യൂണിറ്റും സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ചധികം ടോപ്പിക്സ് തന്നെ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ നമുക്ക് കുറച്ചധികം ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ട് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ടോട്ടൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 3 യൂണിറ്റിന് 5 മാർക്ക് വെച്ചിട്ട്. അടുത്തതാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ 4 യൂണിറ്റേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ PG ലെവലിലെ ഓൾമോസ്റ്റ് നല്ല ഒരു പെർസെൻറ്റേജ് ഓഫ് ടോപ്പിക്സും ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതായത് മാത്സുകാർക്ക് പോലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കുറച്ച് ടഫായിട്ടുള്ള ഏരിയാസ് പോലും നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലീനിയർ ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. അവിടെ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. രണ്ടാമത്തെന്ന് പറയുന്നത് റിയൽ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ്. ആ യൂണിറ്റിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അവിടെ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ സൊല്യൂഷൻ ബൈ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഓർഡിനറി ഡിഫറൻസിയേഷനും വരുന്നുണ്ട്, പാർഷ്യൽ ഡിഫറൻസിയേഷനും വരുന്നുണ്ട്. അപ്പൊ കുറച്ചധികം ടോപ്പിക്സ് വന്നിട്ടുണ്ട്. എന്നാലും ഡിഫറൻസിയേഷൻ ഒക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നാലാമത്തെ യൂണിറ്റ് ആണ് ടോപ്പോളജി ആൻഡ് ഫങ്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. കുറച്ചധികം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒബ്ജക്റ്റീവായിട്ട് വരുമ്പോൾ മാത്സുകാർക്ക് പോലും ചിലപ്പോൾ ടഫായിട്ട് തോന്നാം. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്താണ് കൂടുതലായിട്ടും മെട്രിക്സ്, സെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കും ഉണ്ട്, എന്നാൽ കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കുകളും ഈ യൂണിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. എന്നാൽ ഫുള്ള് ടഫ് എന്നല്ല, എളുപ്പമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളും ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അപ്പൊ ഈ 4 യൂണിറ്റിലായിട്ട് 20 മാർക്കാണ് മാത്തമാറ്റിക്സിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ളത്. ടോപ്പിക്സ് കുറച്ച് അധികം ഉണ്ട്, പക്ഷെ എല്ലാം ടഫായിട്ടുള്ള ടോപ്പിക്സ് അല്ല, എളുപ്പമായിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ആംഗിളിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
അത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന് ആഡ് ചെയ്തിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ സിലബസിലോട്ട്. അതിന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞോട്ട് 3 യൂണിറ്റിൽ നിന്നും 5 മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക് സിസ്റ്റം ഇൻ ഇന്ത്യ. ആ യൂണിറ്റിൽ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഈ CSO NSSO പോലെയുള്ള കാര്യങ്ങൾ അവർ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സർവേസ് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേസ്, അതിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ NSSO കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ യൂണിറ്റിലാണ്. അവിടെ നിന്നും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫ് സർവേസ് ആണ്. അതിൽ കുറച്ചധികം ടോപ്പിക്സ് ഉണ്ടെങ്കിലും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ടെസ്റ്റുകൾ, സർട്ടൻ ഡിസ്ട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് ആ യൂണിറ്റിൽ വന്നിട്ടുള്ളത്. 5 മാർക്കാണ് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് ആണ്. അവിടെ നിന്ന് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ബേസിക്സ് ഓഫ് R പ്രോഗ്രാമിംഗ് ഒക്കെ ഈ യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സർട്ടൻ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ എക്സൽ ഒക്കെ അതിൻ്റെ ഒരു ബേസിക്സ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് നോക്കണം. പിന്നെ ഡാറ്റ മാനേജ്മെന്റ്, മാനിപ്പുലേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എങ്ങനെയാണ്, അതിനുപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന 5ാമത്തെ യൂണിറ്റിലാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ 3 യൂണിറ്റിലായിട്ട് 15 മാർക്കാണ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് 7 ഭാഗങ്ങളിലായിട്ട് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 7 ഭാഗങ്ങളിലായിട്ട് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. നമുക്ക് എക്സാമിന് വരുന്നത് 1.5 മണിക്കൂറാണ് കേട്ടോ സമയം. 100 ചോദ്യങ്ങൾ ഉണ്ടാവും. 1.5 മണിക്കൂറിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 7 ഭാഗങ്ങളിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എക്കണോമിക്സിൽ നിന്ന് 10 മാർക്ക്, എക്കണോമെട്രിക്സിൽ നിന്നും 10 മാർക്ക്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 10 മാർക്ക്, അതേപോലെ കൊമേഴ്സിൽ നിന്നും 20, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 15, മാത്തമാറ്റിക്സിൽ നിന്നും 20, അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 15. നമ്മൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിന് ഓൾമോസ്റ്റ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്കൊരു 30 മാർക്ക് പറയാം. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് 15 മാർക്ക്, അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് 15 മാർക്ക്. അങ്ങനെ മൊത്തത്തിൽ 60 മാർക്ക് നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് മാത്സിന്റെ 20 മാർക്കും കൊമേഴ്സിന്റെ 20 മാർക്കുമാണ്. പക്ഷെ കൊമേഴ്സിന്റെ 20 മാർക്കിൽ 7 മാർക്കോളം വരുന്ന എവിടെയാണ്? റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പൊ നമ്മൾ സിലബസ് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സബ്ജക്ട് നല്ല രീതിയിൽ പഠിക്കുക. എന്നാൽ മറ്റു സബ്ജക്റ്റിൽ പഠിക്കുന്ന നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത് നമ്മുടെ റാങ്ക് മാറ്റാനുള്ള ഒരു ചാൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സബ്ജക്ട്സ് എല്ലാം നമ്മുടെ സബ്ജക്ട് നല്ല രീതിയിൽ പഠിക്കുക, അതിന് നമുക്കൊരു കോൺഫിഡൻസ് തരും. പിന്നെ മറ്റു സബ്ജക്റ്റുകൾ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. നമ്മൾ ഇടുന്ന ഓരോ എഫേർട്ടും, നമ്മൾ എടുക്കുന്ന ഇത്തിരി ടൈം പോലും നമ്മുടെ റാങ്ക് മാറ്റാനുള്ള ഒരു ചോയ്സ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. അപ്പം വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ താങ്ക് യു.